നല്ല ഫിലിമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഒരു സിമ്പിൾ ത്രെഡിൽ ഭയങ്കര രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഒഴുക്കുള്ള സിനിമയാണ്, കോമഡി നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സിനിമയാണ്. കോസ്റ്റ്യൂം നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അവർ പൊളിച്ചു, അവരുടെ വൈബാണ് ആ കോംബോ. നമുക്ക് എല്ലാവർക്കും കൂടി ഇഷ്ടമാവുന്ന രീതിയിലുള്ള കോംബോ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ബേസിലായിട്ട് ഭയങ്കര ക്യൂട്ട്, എക്സ്പ്രഷനൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. മ്യൂസിക്കും കൂടെ വന്നപ്പോൾ അതിലേറെ രസമായി. അത്രയേ എഴുച്ചിൽ എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫിൻ്റെ ലാസ്റ്റും സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലും എനിക്ക് ഇച്ചിരി ഫീൽ ചെയ്തു. പക്ഷേ അത് ലാസ്റ്റ് വരുമ്പോൾ നമുക്കതൊരു എഴുച്ചിലായിട്ട് അങ്ങനെ തോന്നില്ല. അങ്ങനെ ഒരു നമുക്ക് റിഗ്രറ്റ് ചെയ്യില്ല പൈസ മുടക്കിയത്. അത്രയേ ഉള്ളൂ. അനശ്വര ചേച്ചിനെ കാണാനായിട്ടാണ് അത് ഈ സിനിമയിൽ കാണാൻ വന്നത്. ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടത് എക്സ്പെക്ടേഷൻ ഫുള്ള് കംപ്ലീറ്റ് മാറി. ബേസിലേറ്റിനെയും രാജേട്ടനെയും എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അങ്ങനെ ഈ ഇടയ്ക്ക് മലയാളത്തിൽ ഇറങ്ങിയ 100 കോടി ആ കാറ്റഗറിയിൽ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും തോന്നുന്നു. എനിക്കൊന്നും 80% ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയായിരിക്കും. അത്രയാണ്. മൊത്തത്തിൽ ആ ട്രെയിലറും ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു മൂഡുണ്ടല്ലോ, അത് തന്നെയാണ് പടം. വാച്ചബിളായിട്ട് ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന ഒരു 2-2.5 മണിക്കൂർ ഒരു വൈബ് അടിച്ചിരുന്ന് പോയി കാണാം. അങ്ങനത്തെ പടം. പെർഫോമൻസ് ഒക്കെ ഉള്ള പഴയ വെട്ടം സിനിമയുടെ ആ ഒരു ഇതൊക്കെ പറയുന്നുണ്ട്. ക്ലൈമാക്സിൽ ഒരു മറ്റൊരു കൂട്ടക്കളി പരിപാടിയുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രിയദർശൻ സിനിമകളുടെ ഒരു ഓർമ്മകളൊക്കെ വരും. അപ്പോൾ ആ രീതിയിലൊരു പരിപാടിയുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും നന്നായിട്ട് ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബേസിലും പൃഥ്വിരാജ് തമ്മിലുള്ള ആ കെമിസ്ട്രിയും കൊള്ളാം. ആക്ച്വലി പൃഥ്വിരാജ് ഹ്യൂമർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ ഒരു കൗതുകം ഉണ്ടായിരുന്നു. കാരണം പുള്ളി ഭയങ്കര സേഫ് സോൺ അല്ല ഹ്യൂമർ എന്ന് പറയുന്നത്. ആ ട്രാക്കല്ല പുള്ളിയുടെ. പക്ഷേ പുള്ളി പടത്തിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വർക്കായിട്ടുണ്ട്. കാണാൻ പറ്റുന്ന നല്ല സിനിമയാണ്. തീർച്ചയായിട്ടും പടം വളരെ നല്ല പടം, ഒരു രക്ഷയില്ല. സൂപ്പർ ഡൂപ്പർ പടം. ധ്യാനാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞു, ബേസിലാണെങ്കിൽ ധ്യാൻ്റെ അഭിനയം കണ്ട് ഒളിച്ചു പോയത്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ ബേസിലിൻ്റെ തട്ട് താന്ന് നിൽക്കുക എന്നുള്ളത് ഓഡിയൻസ് പറയും. അതാണ് ഇത്. ബേസിൽ ഒരു രക്ഷയില്ല. ഫുൾ സ്ട്രെച്ച് ഭയങ്കര കോമഡി, ഒരു രക്ഷയില്ല. ബേസിൽ നമ്മളെ വീട്ടിലെ ഒരാളെന്നുള്ള ലെവലിലുള്ള ഭയങ്കര നാച്ചുറൽ, ഒരു രക്ഷയില്ല ബേസിലിൻ്റെ അഭിനയം. അതുപോലെ തന്നെ രാജുവേട്ടൻ്റെ സൂപ്പർ അഭിനയം, ഭയങ്കര അവർ രണ്ടും നല്ല കെമിസ്ട്രി കോമ്പിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ്റെതായാലും റോൾസ് നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിൻ പറയേണ്ടത് വെട്ടം, അതുപോലെ തന്നെ ഗോഡ് ഫാദർ. ആ സിനിമയിൽ നമുക്ക് ലാസ്റ്റിൽ ഒരു എല്ലാവരെയും കൂടെ എത്തിച്ചിട്ടുള്ളൊരു ക്ലൈമാക്സ് ഉണ്ടല്ലോ, അത് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഫുൾ സ്ട്രെച്ച് കോമഡി, ഫാമിലി ഓഡിയൻസ്, യൂത്ത് എല്ലാവരും വരും. 100 കോടി ഷുവർ അടിച്ച്. ഒരു രക്ഷയില്ല. മലയാളം ഇൻഡസ്ട്രി വമ്പനായി കത്തി നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല. സൂപ്പർ പടം, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. നല്ല ഹ്യൂമറൊക്കെ നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ബേസിലും പൃഥ്വിരാജ് തമ്മിലുള്ള കോംബോ എല്ലാം കൊണ്ട് നൈസ്. പിന്നെ പൃഥ്വിരാജ് പഴയ പോലെ കോമഡി ട്രാക്കിലോട്ടൊക്കെ വന്നപ്പോൾ നൈസായിരുന്നു. പണ്ടത്തെ നമ്മളെ വെട്ടം ആ ഒരു ടൈപ്പൊക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല രസമായിരുന്നു. ക്ലൈമാക്സ് ഇത്ര ഇല്ല. ഓവറോൾ കൊള്ളാം. എങ്ങനെയുണ്ട്? എങ്ങനെ ബേസിലും പൃഥ്വിരാജും ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം കൊള്ളായിരുന്നു. പടം എങ്ങനെയുണ്ട്? നല്ല പടം, കിടിലം പടം. കോമഡിയാണോ? എങ്ങനെ ഫണ്ണാണോ? ഫുള്ള് ഫണ്ണാണ്, നല്ല കിടിലം പടം. എങ്ങനെ ബേസിലും പൃഥ്വിരാജും തമ്മിലുള്ള നല്ല കോമ്പോ, നൈസ് കോമ്പോ. അവരെ കോമ്പോ ആക്ച്വലി ഫസ്റ്റ് ഹാഫ് വരെയാണുള്ളത്. പിന്നെ സെക്കൻഡ് ഹാഫ് കണ്ടാൽ മതി. നൈസ് പടം, സീൻ പടം. ഈ പടം തിയേറ്ററിൽ കാണണം. കല്യാണം ഒന്ന് കാണാനുള്ള അടിപൊളി പടം, കോമഡി എല്ലാം മൊത്തത്തിൽ ഒരു ഫൺ റൈഡ് പടമാണ്. 2.25 മണിക്കൂർ ഫുൾ എൻജോയ് ചെയ്ത് കാണാം. ബേസിൽ പറ്റിയ പുതിയൊരു നല്ലൊരു നൈസ് കോമ്പയാണ്. അത് ഇനി അടുത്തൊരു പടം കൂടെ ചെയ്താൽ സെറ്റായിരുന്നു. ആവശ്യമുള്ളതായിരുന്നു റെഫറൻസ് ഒക്കെ. ഇത് കൊള്ളാം, നല്ല പടമാണ്. എങ്ങനെ ഫുള്ള് കോമഡിയാണോ? കോമഡി ഒരു ഫാമിലി പടം. എങ്ങനെ ഫുള്ള് കോമഡിയാണോ? അതെ. നമ്മളെ എപ്പോഴും കേൾക്കുന്ന കുറെ സത്യം ഉണ്ടെങ്കിലും അതിനേക്കാൾ നന്നായിട്ട് പിന്നെ ബേസിലിൻ്റെയൊക്കെ ഒരു നാച്ചുറൽ ആക്ടിങ് ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. പിന്നെ പൃഥ്വിരാജിനാണ്. എല്ലാവരും സൂപ്പർ ഒരു രക്ഷയില്ല. എല്ലാവരും തിയേറ്ററിൽ ഫുൾ എന്റർടൈൻമെന്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വലിയവർക്ക് എല്ലാവർക്കും ചിരിച്ചിരിച്ച് വയറ് സൂപ്പറായിട്ട്. പിന്നെ അവരുടെ ഒരു കോമ്പോ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. സൂപ്പർ എല്ലാം. ഒന്നും അതിന്റെ ആഫ്റ്റർ ഇന്റർവ്യൂവിൽ ചെറിയ പ്രശ്നങ്ങൾ മാത്രം തോന്നി. ചെറിയ ഷോർട്സ് വേണ്ടായിരുന്നു തോന്നി. അത്രയും മനോഹരമായിരുന്നു. പിന്നെ
ഓർത്തിരിക്കാൻ പറ്റുന്ന പാട്ടുകളില്ലാന്ന് മാത്രമുള്ളൊരു പരാതിയുള്ളൂ. അതൊരു പരാതിയാണ്. കാരണം ഇത്രയും നല്ല സിനിമ മേക്ക് ചെയ്ത ആൾക്ക് കുറച്ച് നല്ല സോങ്സ് തരാമായിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല. സൂപ്പർ ടെൻഷൻ റിലീഫ് ചെയ്യാനൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നാൽ മതി. ഈ സിനിമ സൂപ്പർ. ഇത് ജെക്കാളും മികച്ച സൂപ്പർ വിജയമാണ്. 100% വാരി ഇപ്പോഴേ കോടി ക്ലബിൽ കയറി. സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ തന്നെ. പൃഥ്വിരാജ് കോമഡിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ എന്താ പറയുക, തിയേറ്ററിൽ ഫുൾ ടൈം എൻജോയ് ചെയ്തൊരു സിനിമ ആണ്. ഇപ്പോൾ ഫാമിലിയൊക്കെ കണ്ടില്ലേ, ആ ഒരു ലെവലിൽ ഫുൾ ടൈം എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ, അപ്പോൾ ഫുൾ ടൈം കോമഡി ഉണ്ട്. പൃഥ്വിരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിലും അത് തന്നെ നന്നായിട്ടുണ്ട്. കാരണം ഇതെന്തോ ക്യാരക്ടറൊക്കെ ഇൻറ്റർ ചെയ്യുന്നതൊക്കെ ഈ ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷേ പൃഥ്വിരാജ് ചെയ്ത് രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ കോമഡി നല്ല രീതിക്ക് വർക്കൗട്ടായിരുന്നു. നല്ല പടമാണ്. ലൈക്ക് സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ നല്ല കോമഡി ഉണ്ട്. എൻജോയ് ചെയ്യാൻ പറ്റും. ബോത്താണ്. സൂപ്പർ സിനിമ. കോമഡി കോമഡി സൂപ്പർ. കോമഡി ഫാമിലി എന്റർടൈൻമെന്റ്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? നൈസാണ്. വിപിൻ യു ആർ സോ ടാലന്റഡ്.